ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കുറച്ച് നാളിന് ശേഷമാണ് കേട്ടോ ഞാനൊരു സിനിമയുടെ റിവ്യൂസായിട്ടൊക്കെ വരുന്നത്. സിനിമയുടെ റിവ്യൂസൊന്നും അല്ല, ഇത് ഈ സിനിമയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ പേര് മാത്രമാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ അടുത്തായിട്ട് വന്ന നമ്മുടെ മമ്മൂക്കയുടെ ഭ്രമയുഗം എന്ന് പറയുന്ന ഒരു സിനിമ ഫുള്ളായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു പഴയ കാലഘട്ടത്തേക്ക് ഓർമ്മിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഭ്രമയുഗം. ഈ സിനിമ വരുന്നതിന് മുന്നേ തന്നെ ഈ പ്രേക്ഷകരെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ വളരെ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ അത്രത്തോളം കളർ പടങ്ങളൊക്കെ ഇങ്ങനെ വന്ന് അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പ്രേക്ഷകരെ എങ്ങനെ കൈനീട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സംശയം തന്നെയായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകരും, അതായത് നമ്മുടെ മലയാളത്തിലായാലും അതുകൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾ നോക്കിയാൽ അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഈ ഭ്രമയുഗം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ശരിക്കും പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ മമ്മൂക്ക തിരഞ്ഞെടുക്കുന്ന ഓരോ കഥാപാത്രങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 2020, 21, 22, 23 കാലഘട്ടത്തിലൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. കഥ തിരഞ്ഞെടുക്കുന്നതിൽ മമ്മൂക്കായ്ക്കുള്ള ആ ഒരു അതാണ് ഏറ്റവും വലിയൊരു കാര്യം, നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഓരോ കഥകളും ഒന്നിനൊന്നിന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് മമ്മൂക്ക ചെയ്യുന്നത്. ഇപ്പം വന്ന ഭ്രമയുഗം, അതിന് തൊട്ട് മുമ്പ് വന്ന കാതൽ, അതിന് തൊട്ട് മുമ്പ് വന്ന പടങ്ങൾ എല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കഥകളാണ്, വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ്, വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അതിൻ്റെ പേര് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നൊന്നിനോട് സാദൃശ്യമില്ല എന്നുള്ള രീതിയാണ് മമ്മൂക്ക ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ. അതിൻ്റെ പേരിൽ തന്നെയാണ് പ്രേക്ഷകർ ഓരോ സിനിമയും ഇപ്പോൾ കൈ നീട്ടി സ്വീകരിക്കുന്നതിനാണ് പറയാൻ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വെറും 3-4 കഥാപാത്രങ്ങളെ വെച്ച് നമുക്കല്ല മറ്റുള്ള സിനിമകളെ വെച്ച് അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, മറ്റുള്ള സിനിമകളിൽ ഒരുപാട് നടിമാർ കാണും, അല്ലെങ്കിൽ ഒരുപാട് സഹനടന്മാർ കാണും. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ 2-2.5 മണിക്കൂർ ഈ നായകന്മാരെ അപേക്ഷിച്ച് ഒരുപാട് കഥാപാത്രങ്ങൾ വേറെയും കാണും. അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു സിനിമയാക്കി 2.5 മണിക്കൂറായിട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കെല്ലാവർക്കും അറിയാം, കാര്യം ഒരു നടൻ എത്രത്തോളം റോൾ ഉണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ എത്രത്തോളം റോൾ ഉണ്ടാവും. പക്ഷേ ഈ ഒരു സിനിമയെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 3-4 കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഇവർ തന്നെ വേണം ഈ 2.5 മണിക്കൂറും നമ്മളെ പ്രേക്ഷകരെ ഇങ്ങനെ കയ്യിലെടുക്കാൻ. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ അതായത് റോളുകൾ, ഓരോ നടന്മാർക്ക് റോളുകൾ കൂടുതലാണ്, ഓരോ കഥാപാത്രം അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഡയലോഗ്സ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള സിനിമ എന്ന് പറയാതിരിക്കാൻ കഴിയത്തില്ല. അതിൻ്റെ പേരിൽ തന്നെയാണ് ഞാനും ഈ ഒരു വീഡിയോയുടെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയുടെ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു വന്നത് കേട്ടോ. അപ്പോൾ ഓരോ രാജ്യത്ത് ഉള്ള ആൾക്കാരും കൈ നീട്ടി ഈ ഒരു സിനിമ സ്വീകരിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമുക്കെല്ലാവർക്കും അറിയാം, പഴയൊരു കാലഘട്ടം 90s എന്ന് പറയുന്നൊരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ലാലേട്ടൻ്റെ ഓരോ സിനിമകൾ വരുമ്പോൾ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാര്യം എന്താ അറിയുക, വരുന്ന സിനിമകളെല്ലാം പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരിക്കുന്നതിൻ്റെ അപ്പുറത്തെ വിജയം നമുക്ക് തന്നുകൊണ്ടിരുന്ന ഒരു നടനായിരുന്നു നമ്മുടെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ ലാലേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കഥകൾ തന്നുകൊണ്ടിരുന്ന ലാലേട്ടൻ എനിക്ക് തോന്നുന്നു ഇപ്പം ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2021, 22 നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ 23 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ലാലേട്ടൻ ചെയ്ത അതേ ത്രൂ ഔട്ടായിട്ടുള്ള വിജയങ്ങൾ ഇപ്പോൾ 2023, 24 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മറ്റത് കൊണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ ഓരോ കഥ തിരഞ്ഞെടുക്കുന്നതിൽ മമ്മൂക്കയുള്ള ഒരു രീതിയും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ വെറൈറ്റിയുള്ള കഥകൾ തിരഞ്ഞെടുക്കാൻ മമ്മൂക്ക ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. അതിൻ്റെ പേരിൽ തന്നെ മമ്മൂക്കയുടെ ഓരോ പടങ്ങളും അത്രത്തോളം വിജയമായി വന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഓരോ രാജ്യത്തുള്ള ആൾക്കാർ ഈ ഒരു സിനിമ വളരെ വലിയ രീതിയിൽ തന്നെ കൈനീട്ടി സ്വീകരിച്ചിരിക്കുന്നു. ശരിക്കും ഇതൊരു ഹൊറർ സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൊറർ സിനിമ അല്ല. എന്താണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സെക്കൻഡ് ഹാഫൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയേണ്ട ഒരു ആൾക്കാർ ഇനിയും കാണാനുണ്ട് പടം, സ്പോയിലറാം. അത് മാത്രമല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റുള്ള കളക്ഷൻ റെക്കോർഡുകളൊക്കെ ഭേദിച്ചുകൊണ്ട് ഈ ഒരു സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 39 കോടിക്ക് മുകളിലോട്ട് കളക്ഷൻ 4-5 ദിവസം കൊണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ തന്നെ നമുക്കറിയാം പ്രേക്ഷകർ അത്രത്തോളം ഈ ഒരു സിനിമയെ സ്വീകരിച്ചിരിക്കുന്നത്. കാര്യം നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റോ കളറോ എന്നൊന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. ഒരു സിനിമ പ്രേക്ഷകരുടെ മുമ്പിലോട്ടെത്തുമ്പം ആ സിനിമയിൽ പ്രേക്ഷകർക്ക് നൽകാൻ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് പ്രേക്ഷകർ നോക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സിനിമ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മമ്മൂക്കയുടെ ഈ ഒരു ഭ്രമയുഗം എന്ന് പറയുന്ന ഒരു സിനിമ. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ഇനിയല്ല, നമ്മുടെ മലയാളത്തിൽ ഒരുപാട് നടന്മാരുണ്ട്. എല്ലാവരും ഇതേയുള്ള വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുക, വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തിരഞ്ഞെടുക്കുക. കാര്യം മമ്മൂക്കയെ കണ്ട് ഓരോ നടന്മാരും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ. കാര്യം ഈ പുതിയ തലമുറയിലുള്ള ഇത്തരം ആൾക്കാരുടെ കൂടെയൊക്കെ മമ്മൂക്ക ഇപ്പോഴും അല്ലാതെ മമ്മൂക്കയിൽ ലാലേട്ടനൊക്കെ പിടിച്ചു നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കഥകളും അല്ലെങ്കിൽ അവർ അഭിനയിക്കുന്ന രീതികൾ കൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല. ഏതായാലും രക്ഷയുമില്ല. ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ മലയാളിക്ക് കിട്ടിയൊരു വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ്. കാര്യം എനിക്ക് തോന്നുന്നു മറ്റും കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ അവാർഡ് ഒരു സിനിമയ്ക്ക് തന്നെ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടുന്ന സിനിമകളിൽ തന്നെ ആയിരിക്കും ഒരു പക്ഷേ നമ്മുടെ ഈ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ. അത്രത്തോളം അഭിനയിച്ചിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും അടിപൊളിയായി അഭിനയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ
വാസ്തവം. ഏതായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സൈനിങ് ഓഫ് നൗ സ്റ്റോക്സ്. ഗുഡ് ബൈ.